ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെ ദരിദ്രയെങ്കിലും ഭക്തിയിൽ സമ്പന്നയായ ഒരു അമ്മയും കുഞ്ഞും താമസിച്ചിരുന്നു. കൈമുതലായി ഒന്നുമില്ലെങ്കിലും എല്ലാ ദിവസവും താനുണ്ടാക്കുന്ന പായസത്തിൽ ഒരു വിഹിതം അവർ തൻ്റെ കണ്ണന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം വീട്ടിലൊരു തരി അരി പോലുമില്ലാതായി. വിശന്ന് കരയുന്ന തൻ്റെ കുഞ്ഞിനെ നോക്കി ആ അമ്മ പറഞ്ഞു, "ഇന്ന് പായസം ഇല്ലെങ്കിൽ എൻ്റെ കൃഷ്ണൻ വിശന്നിരിക്കുമല്ലോ." ഒടുവിൽ എവിടെ നിന്നോ കിട്ടിയൊരു പിടി അരി കൊണ്ട് അവർ വളരെ കുറച്ച് പായസം ഉണ്ടാക്കി. കണ്ണീരോടെ അവർ പ്രാർത്ഥിച്ചു, "കൃഷ്ണ, ഇതിൽ പായസം കുറവായിരിക്കാം, പക്ഷെ എൻ്റെ സ്നേഹം ഇതിൽ ഒരുപാടുണ്ട്." അപ്പോഴാണ് മുറ്റത്ത് ഒരു ബാലൻ്റെ ശബ്ദം കേട്ടത്. "അമ്മേ, വിശക്കുന്നു, കുറച്ച് ഭക്ഷണം തരുമോ?" ആ അമ്മ ഒട്ടും വൈകിയില്ല. തൻ്റെ കണ്ണനെ നേദിക്കാൻ വെച്ച ആ പാത്രം ആ കുഞ്ഞിന് നേരെ നീട്ടി അവർ പറഞ്ഞു, "ഇതെൻ്റെ കൃഷ്ണന് വെച്ചതാണ്. പക്ഷെ നീയും എൻ്റെ കൃഷ്ണൻ തന്നെയാടാ." ആ പായസം കുടിക്കുമ്പോൾ ആ ബാലൻ്റെ മുഖത്ത് കണ്ട ആ തിളക്കം, അതൊരത്ഭുതമായിരുന്നു. "അമ്മേ, ഞാൻ വീണ്ടും വരാം" എന്ന് പറഞ്ഞ് അവൻ മറന്നു. അന്ന് രാത്രി സ്വപ്നത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, "അമ്മേ, ഇന്ന് നീ തന്ന ആ പായസം എനിക്കൊരുപാടിഷ്ടമായി." അമ്മ ഞെട്ടിയുണർന്നു. കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, വിശന്നു വന്ന ആ ബാലൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. അതെ, ഭഗവാന് വേണ്ടത് ആഡംബരങ്ങളല്ല, മറിച്ച് നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ്. നമ്മുടെ ഉള്ളുരുകിയുള്ളൊരു വിളി മതി അവിടുന്ന് നമുക്ക് മുന്നിൽ ഓടിയെത്താൻ.